ശാന്തിനികേതനം. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ശാന്തിനികേതനത്തെക്കുറിച്ച്. വിശ്വഭാരതിയിലെ വിദ്യാർത്ഥികൾ അതികാലത്ത് 4:30 മണിക്ക് ഉണരുന്നു. പിന്നീട് 1/4 മണിക്കൂർ നേരം മുറി വൃത്തിയാക്കുവാൻ ചിലവഴിക്കുന്നു. 5:15 മണിക്ക് വ്യായാമം തുടങ്ങുന്നു. 5:30 മണിക്ക് ദേഹശുദ്ധി വരുത്തി 6 മണിയോടുകൂടി രാവിലത്തെ ലഘുഭക്ഷണം കഴിച്ച് 6:15 മണിക്ക് വൈതാളികത്തിനും ഉപാസനയ്ക്കും വേണ്ടി ഗ്രന്ഥാലയത്തിൻ്റെ മുറ്റത്ത് ഒത്തുചേരുന്നു. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് 10:30 മണി വരെ ക്ലാസ്സിൽ പോയി പഠിക്കുന്നു. ക്ലാസ്സുകൾ നടത്തുന്നത് മാഞ്ചുവട്ടിലെ തുറന്ന സ്ഥലത്ത് വെച്ചാണ്. ചില മാവുകളുടെ ചുവട്ടിൽ ഈ ആവശ്യത്തിനായി വട്ടത്തിൽ കെട്ടിയുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ കാണാം. പക്ഷേ സാധാരണമായി അധ്യേതാക്കൾ വെറും നിലത്ത് പച്ചപ്പുല്ലിലോ പുല്ലുപായിലോ ഇരുന്നു കൊണ്ടാണ് പ്രസംഗം ഗ്രഹിക്കുന്നത്. ഗുരുനാഥനും കുട്ടികൾക്കും തോന്നുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് ക്ലാസ് ആരംഭിക്കുകയല്ലാതെ അതിന് പ്രത്യേക സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു കാണാറില്ല. 10:30 മണിക്ക് കുളിയും 10:50 ഉച്ചഭക്ഷണവും കഴിച്ച് 12:30 മണി വരെ വിശ്രമിക്കുന്നു. 12:30 തുടങ്ങി 2 മണി വരെ സ്വകാര്യ പഠനത്തിന് വിനിയോഗിക്കുന്നു. വീണ്ടും 2 മണി മുതൽ 4 മണി വരെ തുറന്ന സ്ഥലത്ത് ക്ലാസ്സുകൾ നടക്കുന്നു. 5 മണി മുതൽ 6 മണി വരെ വിനോദങ്ങൾ. 6 മണിക്ക് സ്നാനവും 6:20 പ്രാർത്ഥനയും 6:30 മുതൽ 7:30 വരെ പ്രസംഗവും കഴിഞ്ഞ് 7:45 എല്ലാവരും അത്താഴത്തിനിരിക്കുന്നു. അത്താഴം കഴിഞ്ഞ് 9 മണി വരെ വല്ലതും വായിച്ച് 9 മണിക്ക് എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നു. ഇങ്ങനെയാണ് വിശ്വഭാരതിയിലെ അന്തേവാസികളുടെ ദിനചര്യ. പല വകുപ്പുകളിലായി 400-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ താമസിച്ച് പഠിച്ചു വരുന്നുണ്ട്. ചീന, ബർമ്മ, സിലോൺ മുതലായ വിദൂര ദേശങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ ഇന്ത്യയിലെ എല്ലാ പ്രാന്തങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് പഞ്ചാബ്, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, അതിർത്തി സംസ്ഥാനങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ ഗുണകരമായ മറ്റൊരേർപ്പാട് കോളേജിലോ കലാഭവനത്തിലോ സംഗീത ഭവനത്തിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഫീസൊന്നും കൂടാതെ തങ്ങളുടെ വാസനയ്ക്കനുസരിച്ച് മറ്റു വിഭാഗങ്ങളിലെ ക്ലാസ്സുകളിലും ചെന്നിരുന്ന് പരിശീലനം നേടാം എന്നുള്ളതാണ്. ഇപ്രകാരം ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് തൻ്റെ പഠിപ്പ് പൂർത്തിയാക്കുന്നതിനോടൊപ്പം സംഗീതത്തിലോ നൃത്തത്തിലോ ചിത്രകലയിലോ കൂടി തെല്ലൊരു പരിചയം നേടുവാൻ സാധിക്കുന്നു. അധ്യാപകരും അധ്യേതാക്കളും തമ്മിലുള്ള അധികമായ അടുപ്പവും കൂടുതൽ സ്വാതന്ത്ര്യവും സൗഹാർദ്ദപരമായ പെരുമാറ്റവും ആശയവിനിമയങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് അസാധാരണമായ ഒരു ഊർജ്ജസ്വലത നൽകുന്നു. ഇടയ്ക്കിടെ അധ്യാപകരൊന്നിച്ച് വിദ്യാർത്ഥികൾ വിജ്ഞാനവർദ്ധനയ്ക്ക് ഉതകുന്ന വിനോദയാത്രകൾക്കായി ഉൾനാടുകളിലേക്ക് പോകുന്നു. വിഖ്യാതരായ ആളുകൾ ഇവിടെ സന്ദർശനത്തിന് വരുമ്പോൾ അവരുടെ പ്രസംഗം കേൾക്കുവാനും കൂടെ സന്ദർഭം ലഭിക്കുന്നു. കൂടാതെ മഹാകവിയുടെ പ്രതിഭാവിലാസം പകർന്ന പ്രസാദാത്മകമായ പ്രസംഗങ്ങളും ഇവിടുത്തെ അന്തേവാസികൾക്ക് ഉന്മേഷകരമായ ഒരു ഉത്തേജനം നൽകുന്നു. അനവധി അംഗങ്ങളുള്ള ഒരു വലിയ പഴയ മലയാളി തറവാട് പോലെയാണ് ശാന്തിനികേതനത്തെ നാം കാണുന്നത്. ഈ പാഠഭാഗമെടുത്തത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാസ്മരണകൾ എന്ന കൃതിയിൽ നിന്നാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി.